തങ്കയങ്കി ഘോഷയാത്ര അല്പസമയത്തിനകം ശരംകുത്തിയിൽ എത്തിച്ചേരും. ശരംകുത്തിയിൽ ദേവസ്വം പ്രതിനിധികൾ സ്വീകരണം നൽകും. 6:30യോടെയാണ് ശബരിമലയിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന. അശ്വിൻ പാലാഴി സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. അശ്വിൻ, ഈ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധനാ ചടങ്ങ്. എത്രത്തോളം ഭക്തജന തിരക്കുണ്ട് അവിടെ? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പ്രവിധ 41 ദിവസത്തെ വ്രതശുദ്ധിയുടെ നാളുകൾ നാളെ അവസാനിക്കുകയാണ്. ഒരു മണ്ഡലകാലത്തിന് കൂടി നാളെ സമാപനമാകും. അതിന് മുന്നോടിയായാണ് ഇന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന വൈകുന്നേരം 6:30 നടക്കുക. 1 മണിയോടുകൂടി പമ്പയിൽ എത്തിച്ചേർന്നതാണ് ഈ തങ്കയങ്കി. അവിടെ ദേവസ്വം മന്ത്രി VN വാസവൻ അതിന് സ്വീകരണം നൽകുകയും ചെയ്തതാണ്. പിന്നീട് ഏകദേശം 2:30 പമ്പയിൽ നിന്ന് കയറി തുടങ്ങി. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ശരംകുത്തിയിലെത്തും. അവിടെ നിന്ന് ഇത് സ്വീകരിക്കാനുള്ള തങ്കയങ്കിയെ സ്വീകരിക്കാനുള്ള ദേവസ്വം പ്രതിനിധികൾ അല്പസമയം മുമ്പാണ് സന്നിധാനത്ത് നിന്ന് പുറപ്പെട്ടത്. അവർ പ്രത്യേക പൂജകളൊക്കെ നടത്തിയ മാലയും ഒക്കെ സ്വീകരിച്ച് ഇട്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. 18-ാം പടി കയറിയാണ് തങ്കയങ്കി വരുന്നത്. അല്പസമയം ഏകദേശം ഒരു 6:15 സന്നിധാനത്തെത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ തങ്കയങ്കി വരുന്നതിനോട് പ്രമാണിച്ച് രാവിലെ മുതൽ മാത്രമാണ് തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചിരുന്നത്. 1 മണിയോടുകൂടി പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. അത് ഇനിയിപ്പോൾ ഈ തങ്കയങ്കി എത്തിയ ശേഷം 5 മണിക്ക് മാത്രമാണ് പമ്പയിൽ നിന്ന് തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളത്. അത് സുഗമമായി തന്നെ തങ്കയങ്കി ദീപാരാധന നടക്കാനുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമാണ്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ADGP S. ശ്രീജിത്ത് നേരിട്ടെത്തി വിലയിരുത്തിയിരുന്നു. എന്തായാലും 6:15 സന്നിധാനത്തെത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രവിധ. അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.